ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇയാളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രോൾ അല്ലെങ്കിൽ ഒരു സർക്കാസം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രശ്നേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം പ്രശ്നേഷ് കുമാർ എന്നൊക്കെയാണ് ആൾ അറിയപ്പെടുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ എന്തായിരുന്നു പേജിന്റെ പേര്, എന്ത് ക്ലീനിങ്, ആ ഒരു ക്ലീനിങ്ങിന്റെ പേജുള്ള രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള. എക്സ്ക്യൂസ് മീ, രാഹുൽ അല്ല, ഇറ്റ്സ് രോഹിത്. ഐ ആം രോഹിത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഒരു ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഞാനിങ്ങനെ നിങ്ങളുടെ സംരംഭങ്ങളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണേ, അതൊന്നും ആരും അല്ലാന്ന് ഇവിടെ പറയുന്നില്ല. ഈ സംസാരമാണ് പ്രശ്നം. കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു വേ ആണ് എല്ലാവർക്കും പ്രശ്നം. രാഹുലെ, ഞാൻ സംസാരിക്കുന്ന രീതി പലർക്കും ഇഷ്ടാവുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി എൻ്റെ സംസാര രീതി അല്ലെ എൻ്റെ ഒരു വ്യക്തിത്വം നൈസായിട്ടൊന്ന് ഓൾട്ടർ ചെയ്തിട്ട് സ്ക്രീനിൻ്റെ മുമ്പിൽ വേറൊരാൾ, റിയൽ ലൈഫിൽ വേറൊരാൾ, ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് സ്ക്രീനിൻ്റെ മുമ്പിലായാലും പേഴ്സണൽ ലൈഫിലായാലും എല്ലായിടത്തും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് മീ. ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ വിസില് കൊടുത്ത ഒരു സെഗ്മെന്റിന്റെ അതിൽ ഒരു വിസില് കൊടുത്ത സമയത്ത് ഒന്നാമത്തെ കാര്യം, തലയിൽ ഇച്ചിരിയൊക്കെ ഇങ്ങനെ ചിന്താശേഷിയൊക്കെ ഉള്ള എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്, ഒരു ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അവർക്ക് കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. അതായത് അവർക്ക് അവരുടെ ഇൻ്റർവ്യൂ എന്തൊക്കെ പറഞ്ഞാലും ഓടണം. കാരണം അവർ ഒരുപാട് ചിലവഴിക്കുന്നതാണ്, സ്റ്റാഫിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ്, നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ കണ്ടന്റ് എന്ത് പറഞ്ഞാലും ഓടണം. അത് എൻ്റെ ഒരു ബ്രാൻഡ് നെയിമിൻ്റെ പുറത്ത് ഓടണമെന്നില്ല. അതുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് സംസാരിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ തമ്മിൽ ഒരു ഡീലാക്കിയിട്ട് ചെയ്തൊരു ഒരു പീസ് ഓഫ് ആക്ട് ആണ് ആ ഒരു സംഭവം, ആ ഒരു വിസിലിന്റെ ഇഷ്യൂ. ടിഷ്യൂ എന്ന പ്രശ്നം തരും. ഓക്കെ, എന്നാ പിന്നെ ടിഷ്യൂ കൊടുത്തോ ചേട്ടാ, വേഗം കൊടുത്തു. ഇതത്ര നല്ല ശീലം അല്ല. അതൊന്നും ഇപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു റിഗ്രറ്റ് തോന്നിയിട്ട് കാര്യമില്ല. അതെ, പക്ഷെ എല്ലാത്തിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അത് മാത്രമായിരിക്കും ആൾക്കാർ വിചാരിക്കുള്ളൂ. കുഴപ്പമില്ലെന്നേ, കാരണം നമ്മൾ പട്ടിണി നടക്കുമ്പോൾ ഈ ആൾക്കാരൊന്നും വന്നിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ വരൂല. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫിക്ഷൻ സെഗ്മെന്റ് കഴിഞ്ഞു. എനിക്കൊന്ന് പറഞ്ഞത് ഫിക്ഷൻ സെഗ്മെന്റ് ആയിരുന്നു, ഒരു ഫൺ സെഗ്മെന്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷെ ഇതെന്തായാലും വരുമ്പോ അത് ട്രോൾ ആയിട്ട് വരുള്ളൂ. അത് കുഴപ്പമില്ല. നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഇന്റർവ്യൂവില് ഫിക്ഷൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ആക്ടിങ് സെഗ്മെന്റ്, സ്ക്രിപ്റ്റഡ് സെഗ്മെന്റ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരാണല്ലോ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ. അതൊരു എന്താ പറയണ്ടേ, ഒരു ശോകം സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇത്രയും വീഡിയോസ് ചെയ്യുന്ന, ഇത്രത്തോളം കണ്ടന്റ് സെറ്റ് ചെയ്യുന്ന, കണ്ടന്റുകൾ നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരനെ എങ്ങനെ മനസ്സിലാവാനാണ്? അപ്പോൾ ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാണ്ടിരിക്കുക, ആൾക്കാരെ ഒരു കൺസ്യൂമറായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുക, അവർക്ക് ഒരു ഇച്ചിരി സ്പേസ് ചിന്തിക്കാനൊക്കെ കൊടുക്കുക കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ പറയാം, അപ്പം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ലാഷ് ഞങ്ങളന്ന് നറേറ്റ് ചെയ്തതാണ്. അതായത് അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒന്ന് എന്താ പറയുക, അഭിനയിച്ച് കാണിച്ചാണ്. അത്യാവശ്യം അഭിനയിക്കാൻ അറിയാം എന്ന് എനിക്ക് മനസ്സിലായത് ഈ ട്രോൾ അത്യാവശ്യം വേറെ ലെവലിലോട്ട് പോകുന്നതുകൊണ്ടിട്ടാണ്, കണ്ടിട്ടാണ്. എന്തായാലും ഹാപ്പിയാണ്, കാരണം നമുക്ക് പുതിയ കഴിവുകളുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള റിയാക്ഷൻസിലൂടെ ആണെങ്കിൽ പോലും. വീടിന്റെ ടാങ്കി അത് എനിക്ക് തോന്നുന്നു മുക്കിയിട്ടുണ്ടാവും വീഡിയോ. ഞാൻ ഏതോ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. മുക്കാനും മൂളാനും എനിക്ക് സമയമില്ല കുട്ടാ. സോ എൻ്റെ വീഡിയോസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ആകെ ഞാൻ ഡിലീറ്റ് ചെയ്തത് പ്രോപ്പറായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയോട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത ഒരേ ഒരു വീഡിയോ ആണ്. അത് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രൊമോഷൻ ചെയ്തതായിരുന്നു. പക്ഷേ ആ പ്രൊമോഷൻ്റെ പൈസയൊന്നും വാങ്ങാണ്ട് നമ്മൾ അത് ഒഴിവാക്കിയതാണ്. കാരണം ഫുഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ 100% ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടല്ല വീഡിയോ ചെയ്തത് എന്നുള്ളത് കൊണ്ട് എനിക്കത് ബോധ്യമായതുകൊണ്ട് ഞാനത് ശരിയല്ല, എത്തിക്കലി അത് റോങ് ആണെന്നുള്ളതുകൊണ്ടാണത് ആ ഒരു വർക്ക് മാറ്റിയത്, അല്ലെങ്കിൽ ക്യാൻസൽ അടിച്ച് അവർക്ക് പൈസയൊന്നും വാങ്ങാണ്ട് ഒഴിവായത്. അല്ലാണ്ട് കുറേ പേര് പറയുന്നുണ്ട് ആ വീഡിയോ ഇവിടെ, KFCയുടെ വീഡിയോയുടെ, മറ്റേ വീഡിയോയുടെ. ഒന്ന് ആഞ്ഞിരുന്ന് ചിക്കിച്ചേകയും അല്ലേ സെർച്ച് ചെയ്ത് നോക്ക് ഗ്രീൻ ഹൗസ് KFC എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ല ഞാൻ എന്ത് പറയാനാ, മുക്കിയോ മൂളിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കുറേ പേര്. വീടിന്റെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് 6 മാസമായിട്ട് ക്ലീൻ ചെയ്യാണ്ട്. പിന്നെ ആളുടെ വീഡിയോസിൽ വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നുള്ളത്. അപ്പം ഒന്നാമത്തെ കാര്യം, എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട്, ഞാൻ ഈ താമസിക്കുന്നതോ ഞാൻ ഈ വീഡിയോ ഇടുന്നതോ ആയിട്ടുള്ള വീടുകളല്ല. എൻ്റെ വീട് അങ്ങ് ദൂരെ കുതിരപ്പന്തിയിലുണ്ട്. അത് ആക്ച്വലി ഫുള്ളായിട്ട് അടഞ്ഞു കിടക്കുവാണ്. അങ്ങോട്ട് നമ്മൾ താമസം മാറാനായിട്ട് പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. സോ ആ വീട് ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ വീട് വൃത്തിയാക്കുന്ന ഉൾപ്പെടെ വീഡിയോസ് ഇട്ട് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ താമസിക്കുന്നതാണേലും ഈ ഒരു ആഴ്ച മുന്നേ നമ്മൾ താമസിച്ചാണേലും ലീസിന് എടുത്തേക്കുന്ന വീടാണ്. ആ വീടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് അവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കഴിഞ്ഞ വീട്ടിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നായിട്ട്
മതിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മതിൽ പണിയുടെ സമയത്ത് അവർ ചെയ്യുന്ന ജോലിയുടെ ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ടാണ്. അതൊന്നും നമുക്ക് എടുത്ത് മാറ്റി സെറ്റാക്കാനൊന്നും പറ്റത്തില്ല. വീടിൻ്റെ ഓണർ കൊണ്ട് ഓരോ സാധനം കൊണ്ടിടും. പുള്ളിയുടെ വീടാണ്, നമ്മൾ ലീസിനെടുത്തേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ നമുക്ക് ആട്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി കൊണ്ടിടുന്ന വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ അവിടെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ആ ഒരു വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും അതിൽ മാറാൻ നിന്ന താമസക്കാർ, അതായത് ഓണറല്ല, ഓണറിൻ്റെ ആദ്യത്തെ ലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വാട്ടർ ടാങ്കെല്ലാം ക്ലീൻ ആക്കി ഇട്ടേക്കുവാണ്, ഒന്നും കൂടെ ക്ലീൻ ആക്കിയിട്ടേ നമ്മുടെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്നുള്ളത്. അങ്ങനെ അവർ ചെയ്തു എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ നമ്മൾ അപ്പാടെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, വിശ്വസിക്കുക എന്നുള്ളത്. പക്ഷേ വിശ്വസിച്ചതിൻ്റെ പുറത്ത് എനിക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് അവർ കഴുകിയിട്ടില്ലായിരുന്നു. എനിക്ക് ആദ്യം കയറി ചെയ്യാവുന്ന കാര്യമുള്ളായിരുന്നു. പക്ഷേ അവർ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ കയറി നോക്കിയത് പോലും ഇല്ല. അത് വേറൊരു കാര്യം. പിന്നെ ആണെങ്കിൽ നമ്മൾ കയറി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അതിനൊരു പ്രോപ്പർ മൂടിയില്ലായിരുന്നു. ജസ്റ്റ് ചാക്ക് വെച്ചിട്ട് ഒരു പഴയ ചാക്ക് വെച്ച് എന്തോ കവർ ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. ആ ചാക്കാണെങ്കിൽ തന്നെ നമ്മൾ കയറിയപ്പോഴത്തേക്കും പൊടിഞ്ഞ് വെള്ളത്തിലൊക്കെ കലന്ന് വലിയൊരു മോശം കണ്ടാമിനേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പണയ വീട് അല്ലെങ്കിൽ ഒരു വാടക വീട് എടുക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടാങ്ക് കയറി നോക്കുക എന്നുള്ളതാണ്. ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ പോയി ക്ലീൻ ചെയ്ത് അതൊക്കെ നല്ല കാര്യങ്ങളാണേ. അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യം എന്ന് പറയരുത്. ആരും ചെയ്യുന്നില്ല. നമ്മൾ ഈ ഇരിക്കുന്ന ഞാനോ നിങ്ങളോ പോയിട്ട് ബീച്ചിൽ ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആൾ അവിടെ നിന്നുള്ള മറ്റേ സിറിഞ്ചും അതിന്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അത് ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ് രാഹുൽ. ഇതൊക്കെ വളരെ വളരെ നല്ല കാര്യം. താങ്ക്സ് കേട്ടോ. ഒരാൾ നല്ലത് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കണം. ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും കണ്ടില്ല, പക്ഷേ നല്ലത് പറയുന്നതിന് താങ്ക്സ് ഉണ്ടേ. പോയി നെല്ലിക്കുന്ന് കടപ്പുറം ഒന്ന് ക്ലീൻ ചെയ്തേക്കാം എന്നുള്ളതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ വലിയ കാര്യമാണ്. അപ്പം ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് സിറിഞ്ച് അവിടെ പോയി കൊണ്ടുവരുന്ന. അല്ല, ഒരുപാട് പേര് ഇപ്പം ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്ത് മാങ്ങാത്തൊലിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ഇവർക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് സിറിഞ്ച് കിട്ടി, വീട്ടിലാരോ സിറിഞ്ച് കൊണ്ടിട്ടു, അത് ചിലപ്പം വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ആരും ചെയ്തതായിരിക്കും രാഹുൽ. ഓക്കെ. പിന്നെ അതങ്ങനെ ചിരിച്ചു വിടേണ്ട ഒരു കാര്യമല്ല. ഒരാള് പബ്ലിക്കിൽ ചെന്നിട്ടൊരു ക്ലീനപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് സിറിഞ്ചോ അല്ലെങ്കിൽ അതിൻ്റെ വയലോ ഒക്കെ കൊണ്ടിടണമെങ്കിൽ അത് എത്രത്തോളം ആ ഒരു ഇഷ്യൂ എലിവേറ്റ് ആയി പോയിട്ടുണ്ടെന്ന് ആലോചിച്ചേ. പക്ഷേ അപ്പം ആ ഒരു ഇഷ്യൂ ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ പേജിൽ ഡോക്യുമെൻ്റ് ചെയ്തപ്പം എല്ലാവർക്കും ചിരിച്ചു വിടാനുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പം ഞാൻ എത്രത്തോളം കുടുക്കിലാണ് ചെന്ന് പെടുന്നത്, അല്ലെ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്തിട്ട് എന്താ പറയണ്ടേ വോളണ്ടിയർ ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ എണിയിലാണ് പോയി പെടുന്നതെന്ന് എനിക്ക് തന്നെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് അതൊക്കെ എനിക്കൊരു ഇഷ്യൂ വരുമ്പോഴും എല്ലാവരും ചിരിച്ചു വിടത്തേ ഉള്ളൂ, നാളെ ഞാൻ പെട്ടാലും എല്ലാവരും ചിരിച്ചു വിടത്തേ ഉള്ളൂ, അതുകൊണ്ട് കണ്ടന്റ് ആക്കത്തേ ഉള്ളൂ എന്നുള്ള ബോധ്യം എനിക്കിപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോണ ക്ലീനപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ആണല്ലോ ഞാൻ രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ നാടാണ്, ഇവിടെ ഒരാൾക്കൊരു അപകടം വരുമ്പോൾ കണ്ട് രസിക്കാനും ചുറ്റും നിന്ന് ചിരിക്കാനും 100,000 പേര് കാണും. പക്ഷെ പെട്ട് നിൽക്കുന്നതിൻ്റെ കൂടെ നിന്ന് നീ ചെയ്ത് നല്ല കാര്യമാടാ, നീ ഒറ്റയ്ക്ക് അനുഭവിച്ചോ എന്ന് പറയാൻ പോലും ഒരുത്തരും കാണില്ല. കുറേ കാര്യങ്ങളോട് ഞാൻ രാഹുൽ ചെയ്യുന്നതിനോട് വളരെ ആത്മാർത്ഥമായിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷെ കുറേ കാര്യങ്ങളോട് യോജിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റഡ് ആണ്. കാരണം ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതായി പോട്ടെ, മോശം കാര്യങ്ങൾ മോശമായി തന്നെ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആരെയും ചെന്നിട്ട് നേരെയാക്കാനോ അല്ലെങ്കിൽ ആരുടെയും ശരികളെ ചെന്നിട്ട് തെറ്റാണെന്ന് പറയാനോ പോകണില്ല. എൻ്റെ ശരികൾ എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ എൻ്റെ പേജിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു, ഞാൻ എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. സോ ബാക്കിയുള്ളവർ എന്തിനാണ് എൻ്റെ സ്പേസിലോട്ട് കയറി വരുന്നത്? നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നല്ല, പക്ഷേ എനിക്ക് ചേഞ്ച് ആവണം എന്ന് പറയേണ്ട ഒരു ആവശ്യം ആർക്കും ഇല്ല. ഞാൻ ഈ പുള്ളിക്കാരോടല്ല കേട്ടോ പറയുന്നത്, ബേസിക്കായിട്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ സ്പേസ് അല്ലെ എൻ്റെ ഒരു വ്യക്തിത്വം അത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോൾ ആര് നോക്കിയാലും തിരുത്തപ്പെടാൻ പോകണില്ല. അതിപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല എന്ന്, അങ്ങനെ തന്നെ വിചാരിച്ചു. എനിക്കിനി എൻ്റെ നന്നാവലി എന്നല്ലാണ്ട് വേറെ ആൾ പറയുന്ന നന്നാവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു വ്യക്തിത്വത്തെ ഇല്ലാണ്ടാക്കലായി പോകും. സോ ഐ ജസ്റ്റ് വോണ്ട് ഡു ഇറ്റ്. പിന്നെ ആ ഫുഡിൽ നിന്ന് പിന്നെ മുടി കിട്ടിയത്, ഒരു മുടി 2 മുടിയൊക്കെ ഓക്കെ, ചിലപ്പോൾ നമുക്കായാലും എവിടെന്നെങ്കിലും കിട്ടും, നമ്മൾ പ്രതികരിക്കും. ഇത് 10,000 മുടിയൊക്കെ ഒരു കറിയിൽ നിന്ന് കിട്ടുക ഇതെന്താണെന്ന് ബാർബർ ഷോപ്പിൽ നിന്ന് കറി ഉണ്ടാക്കിയത്, അതൊരു എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല രാഹുൽ, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ പൊന്നോ എനിക്ക് മതിയായേ. ഫുഡിനകത്തുനിന്ന് മുടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇങ്ങനെ പറിച്ചിട്ടിട്ട് കിളിപ്പിച്ച് വെക്കുന്ന സാധനമൊന്നുമല്ല. ഞാൻ ആ കടയിലും പ്രോപ്പറായിട്ട് വിളിച്ച് പറഞ്ഞ് അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം, ലീഗലായിട്ട് മൂവ് ചെയ്യണോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അതിനുള്ള വിശദീകരണം തരണം. അവർ ഇപ്പോഴും കൈമലത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ പടച്ചമ്പുരാൻ ഇത് എങ്ങനെ വന്നു, എനിക്കറിയത്തില്ല ഇത് എങ്ങനെ വന്നു എന്ന്, പക്ഷെ ഇത് എങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടിട്ടല്ല, എൻ്റെ ഈ പ്രോപ്പർ വീഡിയോ ഉണ്ട്, അതെനിക്ക് മനസ്സിലാവും, മോൻ ചെയ്ത തെറ്റൊന്നുമല്ല. പക്ഷെ
എങ്ങനെ വന്നു അത് അവരാണ് അതിനനുസരിച്ചിട്ട് അവരുടെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കണം. ഇൻവെസ്റ്റിഗേഷൻ നടത്തി തന്നെ കണ്ടുപിടിച്ചിട്ട് ആരെയും പെടുത്താനോ ശിക്ഷിക്കാനോ അല്ല, ഇനി ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ. കാരണം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നല്ല വിശപ്പുള്ള സമയമായിരുന്നു. ശ്രദ്ധിക്കുന്ന ഒരാളല്ലെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വയറ്റിൽ പോകത്തേ ഉള്ളൂ. വയറ്റിൽ പോയിട്ട് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ അതെല്ലാം എൻ്റെ ഫാമിലിയുടെ മാത്രം തലയിലായി പോകും. അപ്പോൾ സോ ഇതെല്ലാം ഒന്നും നമുക്ക് എന്താ പറയണ്ടേ, നിങ്ങളെല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ബോധിപ്പിക്കാനായിട്ട് താല്പര്യമില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ റിയാക്ടിങ്. താങ്ക് യു സോ മച്ച് ഫോർ increasing my visibility.